നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോഴികൾക്ക് ഫുഡ് എടുക്കാനാണ്. അത് നമുക്ക് മുട്ടക്കോഴികൾക്ക് തീറ്റെടുക്കാം. ഇതാണ് അവരുടെ പാത്രം. അപ്പോൾ ഞാനവർക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പാത്രം, അര പാത്രം കൊണ്ട് ഇട്ട് കൊടുത്തു. ഇതിനകത്ത് 1.5 പാത്രമാണ് ഇട്ട് കൊടുക്കുക. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കോഴികൾക്ക് കൊടുക്കുന്നത് മുട്ടത്തീറ്റയാണ് കേട്ടോ. ഇനി പ്രാവുകൾക്ക് കൊടുക്കാനുണ്ട്. ഇവർക്ക് കൊടുക്കുന്നത് തിരുത്തീറ്റയാണ്. ഇനി ഗിരിരാജൻ കോഴികൾക്ക് നമുക്ക് തീറ്റ പാത്രത്തിലേക്ക് ആക്കാം. അവരുടെ നമ്മളപ്പോൾ ഇവർക്ക് ഈ തീറ്റ ഉണ്ടാക്കുന്നത് തവിടും പിണ്ണാക്കും കൂടി മിക്സ് ആക്കിയിട്ടാണ്. പിന്നെ അടുക്കള വേസ്റ്റും അതൊക്കെ ഇടാറുണ്ട്. പിന്നെ അരി ഇതാക്കിയതും നാശമായ ചോറും അതൊക്കെ ഇടാറുണ്ട്. അത് അല്ലാതെ ഇട്ട് കൊടുക്കുക കൂടുതലും. പക്ഷേ ഇതിൻ്റെ കൂടെ ചില സമയത്ത് കുഴപ്പം എനിക്ക് വെച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കോഴികളുടെ മുട്ട എടുക്കണം. ഈ കോഴികളുടെ എല്ലാ കോഴികൾക്കും അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കത് എടുത്തിട്ട് വരണം, പുറത്ത് നിന്ന് എടുക്കണം. ഇവർക്ക് ചുമയുണ്ട്. അപ്പോൾ ഇവർക്ക് പുള്ളിമരുന്ന് ചെയ്തെടുക്കണം. എല്ലാ കോഴികൾക്കും ഉണ്ട്. എന്താ അറിയില്ല, എന്തോ ചുമയുണ്ട്. അപ്പോൾ ഇവർക്ക് 10 ഉള്ളി വെച്ചിട്ടാണ് എല്ലാ കോഴികൾക്കും ഉള്ളത്. ഇത് ഇപ്പോൾ എത്തിച്ചു കൊടുക്കുന്നത് നമുക്ക് ഗിരിരാജ കോഴികൾക്കാണ്. നമുക്ക് ഇനി പ്രാവുകൾക്കും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. ഇനി നമുക്ക് മീനുകൾക്ക് തീറ്റയും കൂടി എടുക്കാനുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ മീനുകൾക്ക് കൊടുക്കുന്നത് പെല്ലറ്റ് തീറ്റയാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് ഇവർക്ക് തീറ്റ ഇട്ട് കൊടുക്കാം. ഇതിനകത്തുള്ള മീനുകൾ തിലോപ്പിയും ഒരു വാളയും പിന്നെ കുറച്ച് വരാലും ഉണ്ട്.
ചെമ്പല്ലിക്കുട്ടികളെ കൊണ്ടുവിട്ടായിരുന്നു. അവരൊന്നും പിന്നെ ഒന്നും കാണാറില്ല. നമുക്കപ്പോൾ തിരിച്ചു പോവാം. ഇവളാണ് പൂച്ച നമ്മളെ വീട്ടിലത്തെ. അപ്പോൾ ഇവളുടെ പേരാണ് ആമി. അപ്പോൾ ഇവൾക്ക് നമുക്ക് ഫുഡ് കൊടുക്കണം. ഇവൾക്ക് കൊടുക്കുന്ന പേർഷ്യൻ ക്യാറ്റിൻ്റെ തീറ്റ തന്നെയാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്.